ഹലോ ഫ്രണ്ട്സ്, അടുത്ത എപ്പിസോഡിൽ ശ്രേയ മഹിയുടെ കൂടുതൽ അടുപ്പം കാണിക്കുന്നതിനായി ഗൗരിയുടെ ആത്മാവ് തന്റെ ശരീരത്തിൽ പ്രവേശിച്ചതായി അഭിനയിക്കണം. മഹി അത് തിരിച്ചറിയുന്നത് എന്ന് മനസ്സിലാക്കുന്ന ശ്രേയ വീണ്ടും ഗൗരി തന്റെ ദേഹത്ത് പ്രവേശിച്ചു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം നടത്തുന്നു. ഗൗരിയുടെ ആത്മാവ് ഇത് തിരിച്ചറിയുകയും ഗംഗയ്ക്ക് അരികിലെത്തി ഗംഗയോട് അക്കാര്യം വെളിപ്പെടുത്തുന്നു. അതിനുശേഷം ഗംഗ ആകെ നിരാശയോടെ നിൽക്കുമ്പോൾ നകുൽ പുതിയ തന്റെ പദ്ധതി നടപ്പിലാക്കുന്നു. നകുൽ ശ്രേയയെ വിളിച്ച് അക്കാര്യം അറിയിച്ചു. എന്റെ അടുത്ത ബോംബും പൊട്ടിക്കഴിഞ്ഞു. അത് കേട്ട ഗംഗയുടെ എതിരെയുള്ള നകുലിന്റെ അടുത്ത നീക്കത്തെ കുറിച്ച് അറിഞ്ഞ സന്തോഷവതിയാകുന്ന ശ്രേയ എന്താണെന്നറിയാനായി ഓടിയെത്തുമ്പോ മഹിയുടെ കയ്യിലേക്ക് പോസ്റ്റ്മാൻ വന്ന് ഗംഗയുടെ ഫോണിന്റെ ബില്ല് നൽകുന്നു. അങ്ങനെ അതുവരെ ഗംഗ വിളിച്ചിട്ടുള്ള കോൾ ലിസ്റ്റ് കയ്യിൽ കിട്ടുകയും തന്റെ സിമ്മിന്റെ നമ്പർ നോക്കി ആരെയാണ് ഇത്രയും നേരം ഗംഗ സംസാരിച്ചത്, ആരോടായിരുന്നു എന്ന് മഹി തന്റെ കയ്യിലിരുന്ന ആ ബില്ല് നോക്കി അതിലെ നമ്പറുകൾ മൊബൈൽ അടിച്ച് മനസ്സിലാക്കുന്നു. നകുലിന്റെ നമ്പർ കണ്ടതോടെ മഹി ഞെട്ടുന്നു. നകുലുമായി ഇത്രയും നേരം ഗംഗ സംസാരിക്കാറുണ്ടോ എന്ന് മഹി ഗംഗയെ കുറിച്ച് തെറ്റിദ്ധരിക്കുന്നു. അതിനുശേഷം ഗംഗ റൂമിലേക്ക് എത്തുന്ന സമയം മഹി ഒഴിഞ്ഞു മാറാൻ ഒരുങ്ങുന്നത് കണ്ട് ഗംഗ മഹിയുടെ കയ്യിൽ കടന്നു പിടിച്ചു. മഹിയേട്ടന് എന്താ പറ്റിയത് എന്ന് ഗംഗ മഹിയോട് അന്വേഷിക്കുമ്പോൾ മഹി ഗംഗയോട് തുറന്നു ചോദിച്ചു. നിന്റെ മനസ്സിൽ നകുലാണോ? ആ ചോദ്യം കേട്ട് ഞെട്ടിത്തെറിച്ച് പാവം ഗംഗ നിൽക്കുന്നു.